നൽകിയതാ അങ്ങേക്ക് ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരുമായിരുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധി കുറേ സമയം ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിനെ ആരാധിക്കണം. നമ്മളെല്ലാം ബലഹീനതകളും കുറവുകളും എല്ലാം കർത്താവിനെ അറിയാം. കർത്താവെ നമ്മുടെ എല്ലാ വീഴ്ചകളും കുറവുകളും പാപങ്ങളും എല്ലാം നമ്മുടെ ആത്മാക്കളെ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതോടെ വരെ പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കണം. കർത്താവെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്കെല്ലാം കർത്താവിനെ ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുവാൻ, ചങ്ക് തുറന്ന് ഈശോയെ കുറച്ച് സമയം ആരാധിക്കാൻ വേണ്ട കൃപ ഇപ്പോൾ ഓരോ ദൈവമക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് സ്വർഗം തുറക്കപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി വരും. ഇപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതമോ കുറവുകളോ ബലഹീനതയോ നോക്കണ്ട. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും ഉയർത്തി പിടിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാ ബാലികാ ബാലന്മാരും യുവതി യുവാക്കന്മാരും അതുപോലെ രോഗികളായിട്ട് കർത്താവ് ചിലപ്പോൾ കൈകൾ ഉയർത്താനോ എഴുന്നേറ്റ് നിൽക്കാനോ പറ്റാത്തവരുണ്ട്. അപ്പോഴവർ കർത്താവിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ സകനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് മനസ്സ് തളർന്നിരിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കുള്ള സമ്പാദ്യങ്ങളും ഇപ്പോൾ ഞാൻ ഇതെല്ലാം വിറ്റാലും അത് തീരാൻ പറ്റാത്ത വിധത്തിൽ കടബാധ്യതയിൽ ഞെരുക്കുന്നവർ, ജോലിയില്ലാത്തവർ, അതുപോലെ കർത്താവ് ആശുപത്രി കിടക്കയിൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നാളത്തെ സ്ഥിതി എന്താകും, നാളെ പ്രഭാതം അവർക്ക് കാണാൻ പറ്റുമോ എന്ന ഒരു ചിന്തയുള്ളവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ, അതുപോലെ മക്കളില്ലാത്തവർ, വിവാഹം നടക്കാത്തവര്, സകലരും രണ്ട് കരങ്ങളും ഉയർത്തട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളുള്ള മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം സ്തുതിച്ച് ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരും ആരാധിക്കാം, കരമടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരും വിശുദ്ധന്റെ കൂട്ടായ്മ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ പാടുക. എല്ലാവരും ആരും നാണോ ലക്ഷ്യമോ എന്ന് കൂടാതെ നമ്മുടെ കുടുംബത്തിലാണ്, ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാ കുടുംബാംഗങ്ങളും ചേർന്നാണ് എങ്കിലും ഇരു സൈഡിലേക്ക് കരങ്ങളടിച്ച് ശക്തിയോടെ ചാടി ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ,
ഉയർത്തരയിൽ ഞങ്ങൾ അങ്ങേ ഉയർത്തിയടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ചേർന്ന് പാടാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം. കരങ്ങൾ ഇടത്തോട് മലത്തോട് കരങ്ങളിടിച്ച് ഒരു താളത്തിൽ പാടി ആരാധിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈശോ നിങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കട്ടെ. അവിടുന്ന് കടന്നു വന്ന് സകല കെട്ടുകളും സകല രോഗങ്ങളും സകല പീഡകളും മാറ്റട്ടെ. ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡകളേറിടുമ്പോൾ, ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡകളേറിടുമ്പോൾ, പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗ്ഗനാഥനേ, നന്ദി ചൊല്ലി ആരാധിക്കാം. ചേർന്ന് പാടാം. പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗ്ഗനാഥനേ, നന്ദി ചൊല്ലി ഉയർത്തിയടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ രണ്ട് കരങ്ങളിയത്തോടെ കസിപ്പിക്കട്ടെ. കർത്താവിന്റെ ശക്തിയോടുകൂടെ ദൈവത്തിന് മുഴുവൻ കർത്താവിന്റെ നാമത്തെ വിളിച്ച് സമയം രാത്രിയിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കർത്താവിന്റെ ശക്തി വ്യാപരിച്ച് മുഴുവൻ അഭിഷേകത്താൽ നിറയട്ടെ. പോരാ ശക്തിയോടെ ചിരിക്കുക, ശക്തിയോടെ ചിരിക്കുക. സകലത്തിലൂടെ കടന്നു പോകുന്നവർ, പാപത്തിന്റെ ബന്ധനത്തിലിരിക്കുന്നവർ, പാപം മൂലം ആത്മാക്കൾ നഷ്ടപ്പെട്ട് സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിനറിയായി തീരും ദൈവമക്കൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്റെ കുടുംബത്തിലേക്ക് മാനസാന്തരപ്പെടാതിരിക്കുന്നുണ്ട്. ശക്തിയോടെ ഉച്ചത്തിൽ സിദ്ധിക്കട്ടെ. ശക്തിയോടെ സിദ്ധിക്കുക. ഈ സമയം ഒരു സ്പർശനം ഉണ്ടാകട്ടെ. ഓരോ ദൈവങ്ങൾക്കും ദൈവാനുഭവം ഉണ്ടാകട്ടെ. ദൈവിക ശക്തി ക്യാൻസർ, സോറിയാസിസ്, വലിവ്, അലർജി, ശ്വാസം മുട്ട്, കർത്താവ് ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത മുദ്രങ്ങൾ, കർത്താവിന്റെ ശക്തി വ്യാപരിച്ച് ശക്തി ശരീരത്തേക്ക് അതിശക്തമായ സകല ബന്ധനങ്ങളും സകല പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, ബാലന്മാർ, എല്ലാവരും പ്രവർത്തിക്കുന്നു. ജീവിതത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും വരുന്ന സമയം കർത്താവേ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവ സന്നിധിയിൽ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ അൾത്താരയിൽ കാണുന്ന ഈ ദിവികാരുടെ നാഥന്റെ ആ സജീവനായി ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ.
കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ രാത്രിയിൽ നിങ്ങൾ ശാന്തമായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. ഇതാ ഈ അൽത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ടി വിയിലൂടെയോ മൊബൈലിലൂടെയോ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയം അതിവികാരണത്തിലേക്ക് നോക്കി അതിനുള്ളിൽ വസിക്കുന്ന യേശുവിനെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണണം. ദൈവമേ, അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ കാണണം. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് 2 വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കേട്ടത്. നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം അത് സാധിച്ചു കിട്ടുമെന്നുള്ളൊരു വചനം. വീണ്ടും സ്നേഹഭവൻ ഇവിടെ വട്ടാഴ്ചയോടെ നമ്മൾ കേട്ടു, കഴിയുമെങ്കിലെന്നോ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. ഓ ദൈവമേ, പലപ്പോഴും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥന എല്ലാം നടത്തുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവമായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുറവുകളായിരിക്കാം, ബലഹീനതയായിരിക്കാം, അതുമല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ശരീരത്തെ തളർത്തുന്ന രോഗങ്ങൾ, മാനസികമായി തളർന്ന കടബാധ്യതകൾ, കുടുംബത്തിൽ പല വിധത്തിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിക്കുന്ന മക്കളും ജീവിത പങ്കാളിയുടെയും ആ ദുഷിച്ച ജീവിതം കണ്ട് മനമെടുത്ത് പ്രാർത്ഥിച്ച് കണ്ണുനീര് കൊണ്ട് കിടക്ക നനച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള സങ്കടത്തോടെ ഇരിക്കുന്നവർ, ഈ രാത്രിയിൽ നമ്മൾ കേട്ട ആ ഒരു വചനം, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ കേട്ട സാക്ഷ്യങ്ങളിലൂടെയെല്ലാം ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വചനം കേൾക്കുന്നതിനപ്പുറത്ത് കർത്താവ് തൊടുന്ന സാക്ഷ്യങ്ങളല്ല കേട്ടത്. എത്രയോ അകലെ ഇരുന്ന് ഒരാൾക്ക് വേണ്ടി ആ ഈശോ തൊടും, അവനെ മാനസാന്തരപ്പെടുത്തുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച സഹോദരിയുടെ ആ പ്രാർത്ഥന കേട്ട് കർത്താവ് ആ വീട്ടിലേക്ക് കടന്നു ചെന്നില്ലേ? ആ മകൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നില്ലേ? അതുമല്ലെങ്കിൽ കർത്താവെ, എത്രയോ സങ്കടം വർഷങ്ങളായി കുഞ്ഞിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചവർ അഭിഷേകാത്തിന് സമയം വിശ്വാസത്തോടെ സ്വന്തം ഉദരത്തിൽ വലതുകരം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച നിമിഷം തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചില്ലേ? പിന്നെ വിശ്വാസത്തോടെ ഒരു പ്രവാചകന് മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ അടയാളം നൽകിയില്ലേ? ഇതെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവർക്കാണ് ലഭിച്ചത്, അവിശ്വാസത്തോടെ ഇരുന്നവർക്കല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഒരു കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട്, ഈ സിക്മിൻ മരത്തോട് ഇവിടെ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും കടലിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി പതിക്കട്ടെ എന്ന് നീ പറഞ്ഞാൽ തൽക്ഷണം അത് സംഭവിക്കും. ഓ ദൈവമേ, ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ അവിശ്വാസക്കുറവ് പരിഹരിക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിങ്ങനെയാണ്, നിങ്ങളുടെ വിശ്വാസ കുറവാണ് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴും നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തിനും അത് പൂർണ്ണത പ്രാപിക്കാതെ പോയത്. കരകൾ നെഞ്ചോട് ചേർത്ത കണ്ണുകളടച്ച് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. വിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ, അടയാ തേടാതെ വിശ്വാസ വഴി ഞാൻ തെളിക്കാൻ
വിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാൻ തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കർത്താവേ, വിശ്വാസത്തിൻ്റെ കണികകളിൽ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് എൻ്റെ ജീവിതഭാരം ദുഃഖം പോലെ ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലപ്പാ. എൻ്റെ പാപങ്ങളും കുറവുകളും ബലഹീനതയും എന്നെ ചൂഴ്ന്നു നിൽക്കാൻ ഈശോയെ. ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ഈ രാത്രിയിൽ ഈശോ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വന്മലയെ ദൂരത്തകറ്റാം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വന്മലയെ ദൂരത്തകറ്റാം. അനുദിന ക്ലേശങ്ങളോ പർവ്വതങ്ങളോ വിശ്വാസനിറവാ ജയിക്കാം. അനുദിന ക്ലേശങ്ങളോ പർവ്വതങ്ങളോ വിശ്വാസനിറവാ ജയിക്കാം. യേശുവേ, അസാധ്യമായൊന്നുമില്ല അവിശ്വാസിയാകാതെ മകനേ. ആമേൻ. വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കർത്താവേ, രക്തസ്രവക്കാരിയ സ്ത്രീ വിശ്വാസത്തോടെ രഹസ്യമായി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചു. തൽക്ഷണം കർത്താവിന് ശക്തി പുറപ്പെട്ടു. കർത്താവ് ചോദിക്കുകയാണ്, ആരെന്നെ സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. തൽക്ഷണം രക്തസ്രാവം നിലച്ചു. ഇതാ ഈ രാത്രിയിൽ ഇന്ന് നിന്റെ വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. 2 പ്രാവശ്യം വിളിക്കുന്നു, ഈശോയേ. ഉച്ചത്തിൽ വിളിക്കുക. പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ദൃഷ്ടിയാൽ കാണപ്പെടാത്തവ കൺമുൻപിലെന്നപ്പോ വിശ്വാസ ദൃഷ്ടിയാൽ പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിയിടും ദൈവം. പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിയിടും ദൈവം. യേശുവേ, പ്രാർത്ഥന കേട്ടിടും തീർച്ച. അവിശ്വാസിയാകാതെ മകനേ പാടുന്നു. വിശ്വാസിയായി ഉള്ളിൽ ഹൃദയം നിറഞ്ഞ് പാടി അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. ശക്തിയോടെ പാടി പ്രാർത്ഥിക്കുക. അവിശ്വാസിയാകാതെ മകനേ, ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുക. വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. 2 കരങ്ങൾ ഉയർത്തി വിശ്വാസ വഴി വിശ്വാസത്തോടെ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല ഹല ഹല. എന്നെ സ്പർശിക്കണേ ഈശോയെ. എന്നെ തുടങ്ങി കർത്താവേ. യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സംഘടനയെ തുടങ്ങുന്ന ഈശോയെ. ഈശോയെ
ബാലികാ ബാലന്മാരെ സ്പർശിക്കണമേ. ക്യാൻസർ രോഗികളെ തൊടണമേ. മക്കളില്ലാത്തവരെ അനുഗ്രഹിക്കണമേ. വിവാഹം നടക്കാത്തവരെ അനുഗ്രഹിക്കണമേ. ഭവനമില്ലാത്തവരെ അനുഗ്രഹിക്കണമേ. ഭവനമില്ലാത്തവരെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. പാപത്തിന് മടങ്ങി വിടുവിക്കണമേ. വിടുവിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ കമന്റായിട്ട് എഴുതി നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ വേദനകളെ, കടബാധ്യതകളെ എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ കർത്താവിന്റെ ശക്തി ഇപ്പോൾ കടന്നുചെല്ലട്ടെ. രോഗിയാണ്, രോഗിയാണ്, മൊത്തം കൊഴിഞ്ഞു പോകുന്നു, കണ്ണ് കാണാൻ പറ്റുന്നില്ല, ഒഴുകുന്നു, അരിപ്പാറ, ചൊറി, ചെറിഞ്ഞ്, സോറിയാസിസ്, വലിവ്, അലർജി, ശ്വാസമുട്ട്, രോഗപീഠകൾ, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ കർത്താവിന് കരുണ ചൊരിയുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവിടപെടട്ടെ. സങ്കടയുടെ കർത്താവിടപെടട്ടെ. വേദനമേൽ കർത്താവിടപെടട്ടെ. പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിടുതലും സൗഖ്യവും പ്രാപിക്കട്ടെ. കരങ്ങൾ കോപ്പി എല്ലാവരും സാധിക്കുന്നവരെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കണ്ണുനീര്, ദുഃഖങ്ങളെല്ലാം സമർപ്പിക്കുക. ഒരു നിമിഷം മൗനമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ ഉള്ളിൽ ഇതെല്ലാം പ്രാർത്ഥന നിങ്ങൾ പറയാനുള്ള അതെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുനാഥൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് കർത്താവിന് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഈശോയേ